നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം വ്യാഴാഴ്ച ദിവസം ജനിച്ചാൽ അവരുടെ ഫലങ്ങൾ, പൊതുവായിട്ടുള്ള സ്വഭാവം, അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത്. ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ ജനിച്ചാലുള്ള ഫലത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ദിവസം ജനിക്കുന്നവരുടെ ഫലവും പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വ്യാഴാഴ്ച ദിവസം ജനിക്കുന്ന ഒരാളുടെ വിശേഷ ഫലത്തെ അറിയിക്കുന്നതാണ്. അടുത്ത ശനിയാഴ്ച ദിവസം ജനിച്ചാലുള്ള വ്യക്തികളുടെ ഫലത്തെയും അറിയിക്കുന്നതാണ്. സർവഗ്രഹങ്ങളിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. ബൃഹസ്പതി അഥവാ ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴത്തിന്റെ ദിവസത്തിൽ, അതായത് വ്യാഴാഴ്ച ദിവസം ജനിക്കുന്ന ഒരാളുടെ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നമ്മളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും എനിക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകും. നമുക്ക് വ്യാഴാഴ്ച ദിവസം ജനിച്ചാലുള്ള ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഫലങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാം. സ്വഭാവവിശേഷങ്ങൾ, അവരുടെ ഇഷ്ടസംഖ്യകൾ, ഇഷ്ട ദേവത, ഇഷ്ട നിറങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. കുലശ്രേഷ്ഠ കുടുംബീജ കുജനദ്വേഷ കോഖ്രിണി ദേവബ്രാഹ്മണ ഭക്തശ്ച ഇതി ഗുരുവാര ഫലം. വ്യാഴാഴ്ച ദിവസം ജനിക്കുന്ന ഒരാൾ കുലശ്രേഷ്ഠനായിട്ടും കുടുംബിയായിട്ടും യശസ്വിയും പണവും പ്രഭുത്വവും ഒക്കെ നേടുന്ന ആളായിട്ടും ഭവിക്കും. ദേവബ്രാഹ്മണ ഭക്തനും സ്വഭാവ ഗുണമുള്ള ആളായിട്ടുമാണ് വ്യാഴാഴ്ച ദിവസം ജനിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. പൊതുവായിട്ട് മുതിർന്നവരെയും ദേവന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ ബഹുമാനിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. പൊതുവെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും വ്യാഴാഴ്ച ദിവസം ജനിച്ചവർക്കുണ്ടാകുക. വ്യാഴഗ്രഹത്തിന്റെ വളരെയേറെ സ്വാധീനം ഈ ദിവസത്തിൽ ജനിച്ചവർക്കുണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് ഉയർന്ന കാഴ്ചപ്പാടുകളുള്ള ഇവർക്ക് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഉദാരമനസ്കരും എപ്പോഴും ആഹ്ലാദചിത്തരുമായിട്ടുള്ള ഇവർ ഉന്നതമായിട്ടുള്ള നിലകളിൽ എത്തുന്നതായിട്ടാണ് പറയുന്നത്. ശുഭാപ്തി വിശ്വാസം കൈമുതലായിട്ടുള്ള ഇവർ ഉന്നതമായിട്ടുള്ള പദവികളിൽ എത്തിച്ചേരുന്നത് പോലെ തന്നെ ഉന്നതമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിലും എത്തിച്ചേരുന്നതായിട്ടാണ് പറയുന്നത്. ആത്മാർത്ഥതയും വിശ്വാസവും ഒക്കെ ഇവരുടെ സ്വഭാവത്തിന്റെ മഹിമയാണ്. ശുഭാപ്തി വിശ്വാസികളാണ് എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ പരാജയം ഇവരെ തളർത്താറുണ്ട്. സ്വഭാവ ഗുണമുള്ള ഇവർ അതുകൊണ്ട് തന്നെ വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഉയർന്ന തലത്തിലുള്ള ചിന്തകൾ പുലർത്തുന്ന ഇവർക്ക് ധാരാളം ആരാധകരും അടുപ്പക്കാരും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യമോഹികളായ ഇവർ സഞ്ചാരപ്രിയരുമായിരിക്കും. സഞ്ചാരത്തിലൂടെ പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാൻ ഇവർ ശ്രമിക്കും. 3 ഇവരുടെ ഭാഗ്യസംഖ്യ. വ്യാഴാഴ്ച ദിവസം 3 എന്നുള്ള തീയതി വരുന്ന ദിവസങ്ങൾ ഇവർക്ക് വിശേഷ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതും വ്യാഴഗ്രഹത്തിന്റെ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നതും ഇവർക്ക് കൂടുതൽ ഗുണഫലത്തെ നൽകുന്നതാണ്. ആ ദിവസങ്ങളിൽ ഗുരുക്കന്മാരെ സ്മരിക്കുന്നതും ഗുരുപൂജ ചെയ്യുന്നതും ഒക്കെ ഇവർക്ക് നേട്ടങ്ങൾ നൽകുന്നതാണ്. നേതൃഗുണം ഇവരുടെ ഒരു പ്രകടമായ സ്വഭാവമാണ്. ഭരിക്കാനായിട്ട് ജനിച്ചവരാണോ എന്ന് സംശയം തോന്നുന്നതാണ് ഇവരുടെ പെരുമാറ്റവും ഇവരുടെ ശീലങ്ങളുമൊക്കെ. മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാനും ആകർഷിക്കാനും അവരെ അനുസരിപ്പിക്കാനും ഒക്കെ ശേഷിയുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് രാഷ്ട്രീയത്തിൽ വളരെയേറെ ശോഭിക്കാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത്. ഉയർന്ന തലത്തിലുള്ള കാര്യനിർവഹണ ശേഷി വേണ്ടതായിട്ടുള്ള തൊഴിലുകൾ ഇവർക്ക് വളരെയേറെ അനുയോജ്യമാണ്. സ്ഥിരമായ ഒരേ തൊഴിലുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിൽ മടി കാണിക്കുന്ന ഇവർ വ്യത്യസ്തമായിട്ടുള്ള തൊഴിലുകളും പ്രവൃത്തികളും ഒക്കെ തേടിപ്പോകുന്നതോടൊപ്പം ആ തൊഴിലുകളിലും പ്രവൃത്തികളിലും ഒക്കെ വിജയം കൈവരിക്കാൻ ഇവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക കൂടിയുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാത്ത രീതിയിൽ ചിലപ്പോഴൊക്കെ ഇവർ സംസാരിച്ചേക്കാം. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ഇവർ പറയുന്നതിൽ ഇവർ ഒഴിവ് കാണിക്കാറില്ല. പങ്കാളിയോട് ആത്മാർത്ഥതയും താല്പര്യവും ഒക്കെ ഇവർ കാണിക്കുമെങ്കിലും ഈ വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്നതിലുള്ള ശീലം കാരണം ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളെ ഇവർക്ക് നേരിടാൻ സാധ്യതയുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന പങ്കാളിയെയാണ് ഇവർക്ക് താല്പര്യം. എടുത്തുചാടിയുള്ള വികാരപ്രകടനങ്ങളും മറ്റും ഇവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെങ്കിലും കുടുംബജീവിതത്തിൽ ഇവർ സന്തുഷ്ടരായിരിക്കും. കുടുംബജീവിതത്തിനുപരിയായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണിവർ. സ്വാതന്ത്ര്യത്തോടുകൂടി മുന്നേറാനും നല്ല തൊഴിലിൽ ഉറച്ചു നിന്ന് വിജയിക്കാനും ഒക്കെ ഇവർ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന പക്ഷം ഇവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കുന്നതാണ്.
വ്യാഴാഴ്ച ദിവസം ജനിക്കുന്നവർക്ക് 18 വയസ്സിന് ശേഷം ഉയർച്ച വരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ശാന്തപ്രകൃതിയുള്ള ഇവർ തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പോലും വളരെ ശാന്തമായിട്ടും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്ന ശീലമുള്ളവരാണ്. ഇവർക്ക് ക്ഷമാശീലം വളരെ അധികമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരോട് ബഹുമാനത്തോടു കൂടി പെരുമാറുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും വാശിയുടെ കാര്യത്തിൽ ഇവർ ചിലപ്പോഴൊക്കെ മുൻപന്തിയിൽ നിൽക്കാറുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഇവർ വിമുഖത കാട്ടാറില്ല. 3, 6, 9, 12, 15, 18, 21, 24, 27, 30 എന്നീ ദിവസങ്ങളെല്ലാം ഇവർക്ക് നല്ല ദിവസങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. വ്യാഴാഴ്ച ദിവസം ജനിച്ചവർ നല്ല സൗന്ദര്യത്തിനും ആകർഷകമായിട്ടുള്ള വ്യക്തിത്വത്തിനും ഉടമകളായിട്ടാണ് പറയപ്പെടുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ ഇവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും നേതൃസ്ഥാനങ്ങളിൽ എത്തിപ്പെടാനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും കഠിനാധ്വാനം ചെയ്യുന്നതിനും ഒക്കെ ഇവർ തയ്യാറായിരിക്കും. എപ്പോഴും ശുഭാപ്തി വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഇവർ മറ്റുള്ളവർക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകാനും മടിക്കാറില്ല. വ്യാഴം, തിങ്കൾ, ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങൾ ഇവർക്ക് പ്രിയങ്കരമായിട്ടുള്ള ദിവസങ്ങളാണ്. ബുധൻ, വെള്ളി, ശനി എന്നീ ദിവസങ്ങൾ ഇവർക്ക് മധ്യമ ദിവസങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. മഞ്ഞ, വെള്ള, ഓറഞ്ച്, ചുവപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് വിശേഷ ഗുണത്തെ നൽകുന്ന നിറങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. വ്യാഴാഴ്ച ദിവസം ജനിക്കുന്നവർ മഹാവിഷ്ണുവിനെ നിത്യം ഭജിച്ചാൽ അവർക്ക് കൂടുതലായിട്ട് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.